നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 തിങ്കളാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കിയാൽ യുഎസിലെ 3 മാർക്കറ്റുകളും വെള്ളിയാഴ്ച നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. യുഎസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളാണ് ഇടിവിന് കാരണമായത്. മാത്രമല്ല യുഎസ് 10 ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.42 ഉയരുകയും ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റുകളുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. എല്ലാ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ഇടിവിൽ തന്നെയായിരുന്നു. എന്നാലും ഇപ്പോൾ ഓപ്പൺ ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് എന്നത് പ്രതീക്ഷ നൽകുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ലോ കാർബൺ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനായി $1.5 ബില്യൺ അധിക ധനസഹായം ലോകബാങ്ക് അനുവദിച്ചു. ഇത് എനർജി സെഗ്മെന്റിലുള്ള കമ്പനികൾക്കും ബാറ്ററി സെഗ്മെന്റിലുള്ള കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. ഒത്തിരിയേറെ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും മുഖ്യമായ ഒരു വാർത്ത, ലോ കാർബൺ എനർജി ഡെവലപ്മെന്റ് ത്വരിതപ്പെടുത്തുന്നതിന് ഇന്ത്യയെ സഹായിക്കുന്നതിന് $1.5 ബില്യൺ വായ്പയ്ക്ക് ലോകബാങ്ക് അംഗീകാരം നൽകി. ഈ ഫണ്ടുകൾ ഗ്രീൻ ഹൈഡ്രജൻ, ഇലക്ട്രോലൈസറുകൾ, പുനരുപയോഗ ഊർജ്ജ വ്യാപനം എന്നിവ പ്രോത്സാഹിപ്പിക്കും. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ മുന്നേറ്റത്തിനായി ലോകബാങ്കിൽ നിന്നുള്ള ധനസഹായത്തിന്റെ 2ാം ഘട്ടമാണിത്. 2030 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ ശേഷിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മറ്റൊരു വാർത്തയുള്ളത് SBIയുമായി ബന്ധപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ ചള്ള ശ്രീനിവാസുലു സെറ്റിയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തു. സെറ്റി നിലവിൽ SBIയിലെ ഏറ്റവും മുതിർന്ന മാനേജിംഗ് ഡയറക്ടറാണ്. ഗ്ലോബൽ മാർക്സ് ആൻഡ് ടെക്നോളജി തലവനാണ്. SBI ചെയർമാൻ ദിനേശ് കുമാർ ഖാരയുടെ കാലാവധി 2024 ഓഗസ്റ്റിൽ അവസാനിക്കും. മറ്റൊരു വാർത്തയുള്ളത് IREDA, ഹഡ്കോ എന്നീ കമ്പനികളെ സംബന്ധിച്ചതാണ്. വരാനിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റ് 2024-25 IREDA, ഹഡ്കോ എന്നിവയെ ചീപ്പർ ഫണ്ടിംഗ് ലഭ്യമാക്കാനുള്ള നടപടികൾ അവതരിപ്പിച്ചേക്കാം എന്നൊരു വാർത്ത വരുന്നു. IREDA, ഹഡ്കോ എന്നിവ നിക്ഷേപകർക്ക് നികുതി ഇളവുകൾ നൽകുന്ന ഒരു നികുതി നിയമത്തിന് കീഴിൽ, അതായത് സെക്ഷൻ 54 EC അതിൽ ഉൾപ്പെടുത്താൻ സർക്കാർ പദ്ധതിയിടുന്നു. വകുപ്പ് 54 EC എന്താണെന്നാൽ, ചില സർക്കാർ ബോണ്ടുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ വസ്തുവകകളിൽ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തിന് നികുതി അടയ്ക്കുന്നത് ഒഴിവാക്കാൻ ഈ നിയമം ആളുകളെ അനുവദിക്കുന്നു. ഈ കമ്പനികളെ സംബന്ധിച്ച് തീർച്ചയായും ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചതാണ്. മഹാരാഷ്ട്രയിലെ താനെ കമ്മീഷണറേറ്റിലെ CGST സെൻട്രൽ എക്സൈസ് ജോയിന്റ് കമ്മീഷണറിൽ നിന്ന് 132.7 കോടി നികുതിയും പിഴയും ആവശ്യപ്പെട്ട് കമ്പനിക്ക് GST ഓർഡർ ലഭിച്ചു എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് സൈഡസ് ലൈഫ് സയൻസ് ആണ്. പെർട്ടുസുമബ് ബയോസിമിലർ ഇന്ത്യയിൽ സഹവിപണനത്തിനായി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസുമായി കമ്പനി ലൈസൻസിംഗ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കമ്പനി JSW എനർജിയാണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ JSW നിയോ എനർജിക്ക് 300 മെഗാവാട്ട് കാറ്റ് സോളാർ ഹൈബ്രിഡ് പവർ പ്രൊജക്റ്റുകൾ സ്ഥാപിക്കുന്നതിനായി SJVNൽ നിന്നും ഒരു കരാർ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ത്യ സിമന്റ്സ്, ഇൻഡസ് ടവേഴ്സ് എന്നീ കമ്പനികളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് മുതൽ വീണ്ടും നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ 10:30 മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. എല്ലാവരും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം അവിടെ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആഴ്ചയിൽ പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് വരാം. അതിനു മുന്നേയായി കഴിഞ്ഞ ആഴ്ചയാണ് JP മോർഗൻ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ ഇന്ത്യൻ ബോണ്ടുകൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി ജൂലൈ മാസത്തിൽ ബഡ്ജറ്റ് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു മാസം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചത്. ഈ ആഴ്ചയുടെ സ്ഥിതി വ്യത്യസ്തമല്ല. കാരണം US നിന്നും ഫെഡ് ചെയർ ജെറോം പവലിൻ്റെ സ്പീച്ച് വരുന്നുണ്ട്. മാത്രമല്ല ജൂലൈ 4 UK ജനറൽ ഇലക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരാഴ്ച തന്നെയാണിത്. ഈ ആഴ്ചയിലെ എല്ലാ ഇവൻസുകളും നമുക്കൊന്ന് നോക്കാം. ജൂലൈ 1 തിങ്കളാഴ്ച ചൈനയിൽ നിന്നും കാക്സിൻ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ പുറത്തു വരും. അന്ന് തന്നെ HSBC മാനുഫാക്ചറിംഗ് PMI ഡാറ്റ ഇന്ത്യയുടെ പുറത്തു വരാനുണ്ട്. ജൂലൈ 2 ചൊവ്വാഴ്ച ഫെഡ് ചെയർ ജെറോം പവലിൻ്റെ സ്പീച്ചാണ്. ജൂലൈ 3 ബുധനാഴ്ച FOMC മിനിറ്റ്സ്, HSBC സർവീസസ് PMI ഡാറ്റ, US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവ പുറത്തു വരും. ജൂലൈ 4 വ്യാഴാഴ്ച UK ജനറൽ ഇലക്ഷൻ. ജൂലൈ 5 വെള്ളിയാഴ്ച ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റയും പുറത്തു വരും. മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റി വീണ്ടും 24,174 എന്ന ഓൾ ടൈം ഹൈയും സെൻസെക്സ് 79,672 എന്ന ഹൈയും നിഫ്റ്റി ബാങ്ക് 53,030 എന്ന ഓൾ ടൈം ഹൈസും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഹിറ്റ് ചെയ്തു.
അതിനുശേഷം 3 ഇൻഡെക്സുകളിലും ഒരു ഇടിവ് കണ്ടു. ഇൻഡെക്സുകൾക്കൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് ഉയർന്നു. ഓട്ടോ സെയിൽസ് മന്ത്ലി ഡാറ്റയ്ക്ക് മുന്നോടിയായി ഓട്ടോ സ്റ്റോക്കുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. പ്രൊമോട്ടർ സെയിൽസിനെ തുടർന്ന് പോളിക്യാപ്പ് 4% ഇടിഞ്ഞു. ഗ്യാസ് കമ്പനികൾ ഉയരുകയുണ്ടായി. നിഫ്റ്റിയിലേക്ക് 24,010 33 പോയിന്റ്സ് ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇൻഡെക്സ് 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു എന്നത് നിഫ്റ്റിക്ക് ഗുണകരമായി. വരുന്ന ദിവസങ്ങളിൽ 24,000 താഴെ പോയി കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ഒരു ഡൗൺ വരികയാണെങ്കിൽ 23,700 മുതൽ 23,650 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. കൂടാതെ 23,820 40 ഹവർ EMA ഉള്ളത്. അതുകൊണ്ട് ആ റേഞ്ചും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഡേ ക്യാൻഡിലാണ്. വലിയ അപ്പർ ഷാഡോയോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഹയർ ലെവലിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ്. വീക്ക്ലി ക്യാൻഡിൽ കൂടി ഒന്ന് പരിശോധിക്കാം. നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ക്യാൻഡിലാണിത്. വീക്ക്ലിയിലും ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കൂടാതെ തുടർച്ചയായ 4ാമത്തെ ആഴ്ചയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനും 2.17% നേട്ടത്തിൽ ക്ലോസ് ചെയ്യാനും നിഫ്റ്റിക്ക് സാധിച്ചു. മൊമെന്റം ഇൻഡിക്കേറ്റർ RSI ഒക്കെ കാണിക്കുന്നത് ഒരു ഓവർബോട്ട് സോണിലാണ് നിഫ്റ്റി ഉള്ളത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോളോ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 24,000-ൽ 4% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 2% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഒരു ഷോർട്ട് കവറിംഗ്. 23,950-ൽ 46% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 7% വർധനവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 24,050-ൽ 82% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ്. 39% വർധനവാണ് കോൾ സൈഡിലുള്ളത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലും കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് കാണാം. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെ സ്ട്രൈക്ക് 25,000-ലാണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 24,000-ലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,100 സ്ട്രൈക്കിലും അതിനുശേഷം വരുന്നത് 23,700 സ്ട്രൈക്കിലുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കാണിച്ചു തരുന്നത് 24,000 നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് എന്ന് കാണിച്ചു തരുന്നു. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,800-മാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒരു ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 40 ഹവർ EMAയിൽ ടച്ച് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,700 മുതൽ 53,000 വരെയുള്ള ലെവലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് 53,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 54,000 സ്ട്രൈക്കും അതിനുശേഷം 53,500 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 52,000-ലും അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.80-ൽ 2.47% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 23 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്തത്. DIS ആവട്ടെ 6,658 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. US മാർക്കറ്റുകൾ തുടക്കത്തിൽ വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ ഉയർന്നെങ്കിലും പിന്നീട് ഇടിയുകയുണ്ടായി. US മാർക്കറ്റുകൾ ഇടിയാനുണ്ടായ കാരണം ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിരുന്നു ഇൻഫ്ലേഷൻ ഡാറ്റകൾ പുറത്തു വന്നത്. എന്നാൽ US പ്രസിഡൻഷ്യൽ ഡിബേറ്റിനെ തുടർന്നുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണമാണ് US മാർക്കറ്റുകൾ ഇടിഞ്ഞത്. ആദ്യം വെള്ളിയാഴ്ച പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ നോക്കാം. മെയ് മാസത്തിൽ US പ്രതിമാസ പണപ്പെരുപ്പം മാറ്റമില്ലാതെ തുടർന്നതായി ഡാറ്റ കാണിക്കുന്നു. ഈ വർഷം ആദ്യം ശക്തമായ വിലവർധനവിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് ഇൻഫ്ലേഷനിൽ കണ്ടത്. കൂടാതെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഉപഭോക്തൃ ചെലവ് നേരിയ തോതിൽ ഉയർന്നതായി കാണിച്ചു. LSEG ഡാറ്റ പ്രകാരം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോഴും 66%. PCE ഡാറ്റയ്ക്ക് ശേഷമുള്ള കണക്കാണിത്. ഇപ്പോൾ US വലിയ ചർച്ച നടക്കുന്നത് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് US പ്രസിഡൻഷ്യൽ ഡിബേറ്റിന് ശേഷം ഒരു അനിശ്ചിതത്വം വർദ്ധിച്ചതായി മാർക്കറ്റുകളിൽ കാണുന്നുണ്ട്. ഇത് US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.42-ലേക്ക് ഉയരാനുള്ള കാരണവുമായി. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ് വെള്ളിയാഴ്ചത്തേത്. ഇൻഫോസിസ് 0.05% ഇടിവിലായിരുന്നു. വിപ്രോ 1.33% നേട്ടത്തിൽ. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.69% ഇടിവിൽ. HDFC ബാങ്ക് 0.83% ഇടിവിൽ. ഡോക്ടർ റെഡ്ഡി 1% നേട്ടമുണ്ടാക്കി.
റിലയൻസ് ഇൻഡസ്ട്രീസ് 2.5% മുകളിൽ നേട്ടവുമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.14% നേട്ടത്തിൽ, S&P 500 0.22% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.19% ഇടിവിൽ, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.68% ഇടിവിൽ, സ്റ്റോക്ക് 600 0.24% ഇടിവിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് മാത്രമാണ് ചെറിയൊരു പോസിറ്റിവിറ്റിയോടുകൂടി ക്ലോസ് ചെയ്ത് 0.14% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. UK നിന്നും ഒരു ഡാറ്റ പുറത്തു വന്നത് UK എക്കോണമി ആദ്യ 3 മാസം 0.7% വളർന്നതായി ഡാറ്റ കാണിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡാക്സ് 0.26% നേട്ടത്തിൽ, CAC 0.60% നേട്ടത്തിലും, FTSE മാത്രമാണ് ഇപ്പോൾ നെഗറ്റീവിലുള്ളത് 0.17%. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഒരു മിക്സഡ് ആയിട്ടാണ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ആരംഭിച്ചിരിക്കുന്നത്. വിവിധ ഏഷ്യൻ എക്കോണമീസുകളായ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള S&P ഗ്ലോബൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് റീഡിംഗ്സ് പുറത്തു വരാനിരിക്കുന്നുണ്ട്. ജപ്പാനിൽ നിന്നും സെക്കൻഡ് ക്വാർട്ടർ ടാൻകൻ സർവേ ഇന്ന് പുറത്തു വരും. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഹോങ്കോങ് മാർക്കറ്റിന് ഇന്ന് അവധിയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,133.50 എന്ന നിലയിലാണ്. 13.50 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ നില വെച്ച് നിഫ്റ്റിയിൽ ഒരു ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് തന്നെയാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.37% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.13% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.06% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.06% തന്നെ ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് കഴിഞ്ഞ ആഴ്ച ഓയിൽ 1% മുകളിൽ നേട്ടമുണ്ടാക്കി. ജൂൺ മാസത്തിൽ മാത്രം 5.9% നേട്ടമാണ് ഓയിൽ ഉണ്ടാക്കിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $85.23 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.46% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $81.80 പെർ ബാരൽ എന്ന നിലയിൽ 0.32% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്ത വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ന്യൂസ് 18 തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.